ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ അവന്തിക ഗോകുലിനോട് തൻ്റെ കേസിൽ നിന്ന് പിന്മാറണമെന്നും പ്രോസിക്യൂഷൻ ഭാഗം വാദിക്കാനായി ഗോകുൽ തയ്യാറാകാതിരുന്നാൽ ആ രീതിയിൽ ഫ്രണ്ടായി എന്നെ സഹായിക്കാമല്ലോ എന്നതായിരുന്നു അവന്തികയുടെ ചോദ്യം. അത് കേട്ടതും ഗോകുൽ പറഞ്ഞു, അങ്ങനെ ഒരു തീരുമാനം എന്തായാലും ഞാൻ എടുക്കില്ല. കാരണം കൃത്യമായ ഹർജി വായിച്ചതിൽ അതിൽ ന്യായമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ ഇത് ഏറ്റെടുത്തത്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ഞാൻ പിന്മാറുകയില്ല എന്നത് സത്യമാണെന്ന് പറഞ്ഞപ്പോൾ അവന്തിക പറഞ്ഞു, അല്ല, നമ്മൾ തമ്മിലുള്ള ഈ ഫ്രണ്ട്ഷിപ്പ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് ഗോകുലിന് നല്ലതല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും ഗോകുൽ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടുണ്ട്, മുൻപും എൻ്റെ കേസിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞതാണ്. എൻ്റെ കുടുംബത്തിനോ അല്ലെങ്കിൽ മറ്റ് യാതൊരു റിലേഷനും എൻ്റെ കേസിൽ അവർക്ക് യാതൊരു രീതിയിലുള്ള ഇടപെടൽ ഉണ്ടാവില്ല. എൻ്റെ പ്രൊഫഷൻ അത് തികച്ചും എൻ്റേത് മാത്രമാണ്. അതിൽ മറ്റാരുടെയും അഭിപ്രായങ്ങൾക്ക് ഞാൻ മുഖവില കൽപ്പിക്കാറില്ല എന്ന് ഗൂഗിൾ അറിയിച്ചപ്പോൾ ഇത് കേട്ട അവന്തിക പറഞ്ഞു, ഗൂഗിളെ, എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ. നമ്മളെല്ലാവരും ജീവിതത്തിൽ എല്ലാം സത്യസന്ധമായി തന്നെയല്ലല്ലോ മുന്നോട്ട് നീങ്ങിയിട്ടുള്ളത് എന്ന് അവന്തിക അന്വേഷിച്ചപ്പോൾ ഗൂഗിൾ പറഞ്ഞു, ഇത് നീതിക്കും ന്യായത്തിനും വേണ്ടിയാണ്. ഞാൻ എൻ്റെ കരിയറിൽ ഇന്നേ വരെ ന്യായത്തിനൊപ്പമല്ലാതെ ഞാൻ നിന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ന്യായവും നീതിയും എവിടെയാണോ ആ സത്യത്തിനൊപ്പമേ ഞാൻ നിൽക്കൂ എന്ന് ഗൂഗിൾ തറപ്പിച്ച് പറയുമ്പോൾ അത് കേട്ട അവന്തിക പറഞ്ഞു, ഗൂഗിൾ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇങ്ങനെ സത്യങ്ങൾക്ക് മാത്രമാണ് നമ്മൾ പ്രാധാന്യം കൊടുത്തത് എന്ന് അങ്ങനെ ഉറപ്പിച്ചു പറയാൻ കഴിയില്ലല്ലോ. ഗോകുൽ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ എനിക്കും ഒരു പക്ഷേ ഗോകുലിന്റെ ഈ ഒരു തീരുമാനത്തെ എതിർക്കേണ്ടി വന്നേക്കും. ഗോകുലിനും അത് ചിലപ്പോ ദോഷമായി ഭവിച്ചേക്കുമെന്ന് അവന്തിക ഓർമ്മപ്പെടുത്തൽ നടത്തുമ്പോൾ പെട്ടെന്ന് ഗോകുലിന്റെ കാര്യം മനസ്സിലായി. അവന്തിക പറഞ്ഞു വരുന്നത് സമൃദ്ധയുടെ കാര്യമാണ്. അതെന്തായാലും ആ രീതിയിൽ ഒരു ബ്ലാക്ക് മെയിലിംഗ് ആണ് അവന്തിക ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ഗൂഗിൾ പറഞ്ഞു, ഇനി ഏത് രീതിയിൽ അവന്തിക എങ്ങനെയൊക്കെ പറഞ്ഞാലും ശരി, എന്തായാലും എന്റെ തീരുമാനത്തിൽ മാറ്റമുണ്ടാവില്ല എന്ന് ഗൂഗിൾ ഉറപ്പിച്ച് പറയുമ്പോൾ അവന്തിക പറഞ്ഞു, ഗൂഗിൾ, ഒന്നുകൂടി ഒന്ന് ആലോചിക്കുക. നമുക്കെല്ലാവർക്കും നമ്മുടെ കുടുംബമാണ് വലുത്. ആ കുടുംബത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ നമുക്ക് അതൊരിക്കലും താങ്ങാൻ കഴിയുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകാതെ അതിനെ ഭദ്രമായി മുന്നോട്ട് കൊണ്ടുപോവുകയല്ലേ നമ്മൾ ചെയ്യേണ്ടത്. അതിനു വേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഗൂഗിളിനോട് ആവശ്യപ്പെട്ടതെന്ന് അവന്തിക അറിയിക്കുമ്പോൾ ഗൂഗിൾ പറഞ്ഞു, എന്തായാലും എന്റെ തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ല. ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. ഇപ്പോ പ്രോസിക്യൂഷൻ ഭാഗമായ വാദിഭാഗത്ത് നിൽക്കുന്ന വാദിഭാഗവും പ്രതിഭാഗവും, പ്രത്യേകിച്ച് ഞാൻ വാദിഭാഗത്തിന്റെ അഡ്വക്കേറ്റ് ആയ സ്ഥിതിക്ക് എൻ്റെ അടുത്ത് വന്ന് അവന്തിക ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചത്, അവന്തിക എന്നെ കാണാൻ വന്നത് തന്നെ വലിയൊരു കുറ്റകൃത്യമാണ് എന്ന് ഗൂഗിൾ അവന്തികയോട് അറിയിച്ചു. എല്ലാം കേട്ടതിന് ശേഷം അവന്തിക പറഞ്ഞു, എന്നാൽ ഗൂഗിളിന്റെ ഒരു ഫോൺ കോളിനായിട്ട് ഞാൻ കാത്തിരിക്കും. ഗൂഗിൾ ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് ഒരു ഉറച്ച തീരുമാനം എടുക്കൂ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അവന്തിക മടങ്ങി. അവന്തിക പോയി കഴിയുമ്പോഴേക്കും ഗൂഗിൾ അവന്തിക തൻ്റെ മുന്നിലേക്ക് ഉന്നയിച്ച ആ ഒരു അവസാന ഭീഷണി ഒരു പക്ഷേ തൻ്റെ കുടുംബത്തെ, തൻ്റെ മകളെയും സമൃദ്ധിയെയും ഒക്കെ ബാധിക്കുന്ന ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നത്തിലേക്കാണോ കാര്യങ്ങൾ കൊണ്ട് എത്തിക്കാൻ പോകുന്നത് എന്ന് ഗൂഗിൾ ഒന്ന് ആശങ്കപ്പെട്ടു. തിരിച്ച് മടങ്ങുന്നതിനിടയിൽ മൂർത്തി അവന്തികയോട്, ഗോകുൽ ഒരു രീതിയിലും നമുക്കൊപ്പം നിൽക്കുകയില്ലേ എന്ന് ചോദിച്ചപ്പോ അങ്ങനെ അങ്ങ് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. ഞാൻ ഗോകുലിനോട് ആ രീതിയിൽ ഒരു കാര്യം കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു പക്ഷെ അയാൾ ഒന്നുകൂടി ഒന്ന് ഇരുത്തി ചിന്തിച്ചു കഴിയുമ്പോൾ എന്നെ വിളിക്കാൻ തന്നെ തയ്യാറായേക്കും. എന്റെ വിശ്വാസം അത് തന്നെയാണ്. തീർച്ചയായിട്ടും ഗോകുലിന് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് അവന്തിക മൂർത്തിയോട് ധരിപ്പിച്ചു. മേഡം, ഇതിനു മുൻപ് നമ്മൾ പല രീതിയിൽ ഗോകുലിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുള്ളതാണ്. അന്നും അയാളുടെ ഭാഗത്ത് നിന്ന് ഇതുപോലുള്ള ഇടപെടൽ തന്നെയാണ് നമുക്ക് നേരെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെയും ഗോകുൽ നമ്മുടെ ഒപ്പം നിൽക്കാൻ സാധ്യത വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അയാൾ നമ്മളെ ഒരിക്കലും അംഗീകരിക്കാൻ സാധ്യതയില്ല, നമുക്കൊപ്പം നിൽക്കാനും സാധ്യതയില്ല. എന്തെങ്കിലും ഒരു പോംവഴി വേറെ കണ്ടെത്തിയല്ലേ പറ്റൂ മേഡം എന്ന് ചോദിച്ചപ്പോഴേക്കും, എന്തായാലും നമുക്കൊന്ന് നോക്കാം. പിന്നെ ആ സുഗതം മേനോൻ, അയാൾ ഇത് എവിടുന്ന് വന്നതെന്നാ അറിയത്തില്ലാത്തത് എന്ന് മൂർത്തി അറിയിച്ചപ്പം, സുഗതം മേനോൻ മാത്രമല്ല, അയാൾ വെറും ഒരു കാരണക്കാരൻ, മുന്നിലേക്ക് ഇട്ടു തന്നിരിക്കുന്ന ഒരു ഇര മാത്രം. അല്ലെങ്കിൽ ആ സുഗതം മേനോൻ എന്ന് പറയുന്നത് നമ്മുടെ മുന്നിൽ പൊടിയിടാനായിട്ടുള്ള വെറും ഒരാള്. പക്ഷേ യഥാർത്ഥത്തിൽ ഇതിന്റെ പിന്നിൽ ഈ ചരട് വലികൾ നടത്തിയിരിക്കുന്നതും ഈ ചരട് പിടിച്ചിരിക്കുന്നത് ആരാണെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അവരെയാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്. ഈ സുഗതമേനോന്റെ പിന്നാലെ പോയിട്ട് കാര്യമില്ല എന്ന് അവന്തിക മൂർത്തിയെ അറിയിച്ചു. അതും ശരി തന്നെയാണ് മേഡം, ഉടനെ തന്നെ ഞാൻ ആ സുഗതമേനോനെ കണ്ടെത്തിയിരിക്കും എന്ന് മൂർത്തി ഉറപ്പ് നൽകുമ്പോൾ അവന്തിക മൂർത്തിയോട് അത് കാര്യമായി തന്നെ അന്വേഷിച്ചോളാനും, എന്തായാലും നമ്മുടെ
ഭാഗത്ത് നിന്നുള്ള നീക്കങ്ങൾ ഉണ്ടായില്ല എന്ന് വേണ്ട, ഏതു വിധേനയും അയാളെ കണ്ടെത്തിയേ തീരൂ എന്ന് അവന്തിക മൂർത്തിയെ ഓർമ്മിപ്പിച്ചു. ഉടൻ തന്നെ താൻ അയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് എന്ന് മൂർത്തി ഉറപ്പു നൽകി. ഈ സമയത്ത് ഗൂഗിൾ വീണ്ടും തന്റെ സുഹൃത്തായ സൈക്കാട്രിസ്റ്റിനെ കാണുവാനായിട്ടെത്തി. എന്തുപറ്റി ഗൂഗിൾ, താൻ കുറെ നാളായല്ലോ വന്നിട്ട്, തന്നെ കണ്ടിട്ട് കുറെ നാളുകളായല്ലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഗൂഗിൾ പറഞ്ഞു, ഇപ്പോൾ ഞാൻ തന്നെ കാണാൻ വന്നത് എൻ്റെ മെന്റൽ സ്ട്രെസ് ഒന്ന് കുറയ്ക്കുന്നതിന് വേണ്ടിയാ. കുറച്ച് നാളുകളായിട്ട് വല്ലാത്തൊരു ടെൻഷനാണ് മനസ്സിന്. എന്താണെന്ന് ഇപ്പോൾ എനിക്ക് വ്യക്തമാക്കാൻ കഴിയുന്നില്ല. പക്ഷേ എനിക്ക് നന്നായി ഉറക്കം കിട്ടുന്നില്ല. മാത്രമല്ല, പലപ്പോഴും പല ചിന്തകളും വന്ന് എൻ്റെ മനസ്സിനെ കീഴ്പ്പെടുത്തുകയാണ് എന്ന് ഗൂഗിൾ ആശങ്കയോടെ പറയുമ്പോൾ അത് കേട്ട ഡോക്ടർ പറഞ്ഞു, ഗൂഗിൾ, തൻ്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥ ശരിക്കും എന്താ? ഇങ്ങനെ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കുമ്പോൾ ഈ കേസിനെ സംബന്ധിച്ചുള്ള ടെൻഷനുകൾ ഉണ്ടാവുമല്ലോ, അതാണോ സത്യത്തിൽ തന്നെ ബാധിച്ചിരിക്കുന്നത് എന്ന് ഡോക്ടർ അന്വേഷിച്ചപ്പോഴേക്കും ഗൂഗിൾ പറഞ്ഞു, പ്രൊഫഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കോടതിയിൽ വെച്ചുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ അതൊക്കെ എനിക്ക് ഈസിയായി അത് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. പക്ഷേ ഞാനിപ്പോൾ അനുഭവിക്കുന്ന സ്ട്രെസ്, ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ടെൻഷൻ, അത് ഇപ്പോൾ എൻ്റെ ഒരു മനസ്സിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴാണ് മനസ്സ് ആകെ അസ്വസ്ഥമാകുന്നത്. മനസ്സിലേക്ക് ഓരോ ചിന്തകൾ കയറിക്കൂടുന്നത്. എൻ്റെ ജീവിതം എനിക്ക് കൈവിട്ടു പോകുമോ എന്ന്, എൻ്റെ കുടുംബത്തെ എനിക്ക് നഷ്ടമാകുമോ എന്ന്, അത്തരം ആശങ്കകളാണ് എൻ്റെ മനസ്സിൽ നിറയെ എന്ന് ഗൂഗിൾ അറിയിച്ചപ്പോൾ അത് കേട്ടതോടെ ഡോക്ടർ പറഞ്ഞു, അത്തരം വ്യാകുലതകളാണെങ്കിൽ അതിന് നമുക്ക് പോംവഴിയുണ്ട്. ഗൂഗിൾ, താൻ ഡയറി എഴുതാറുണ്ടോ എന്ന് ചോദിച്ചു. ഡയറിയോ? താൻ എന്താ ഈ പറയുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും, അല്ല, ഗൂഗിളിന്റെ മനസ്സിൽ വരുന്ന ചിന്തകളും ആശങ്കകളും ഒക്കെ ആ ഡയറിലൊന്ന് എഴുതുന്നത് നല്ലതായിരിക്കും. ഇതൊരു ഹോംവർക്കാണ്, അങ്ങനെ താൻ കരുതിയാൽ മതി. അത്തരത്തിൽ താൻ തൻ്റെ മനസ്സിലെ ആശങ്കകളൊക്കെ എഴുതുമ്പോൾ മനസ്സ് ഒന്ന് റിലീഫാകും, ഒന്ന് ക്ലീൻ ആകും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. സാധാരണ നമ്മുടെ വീടൊക്കെ ആകെ വൃത്തികേടായി കിടക്കുമ്പോൾ, കുറേ നാളുകളായി അവിടെയെല്ലാം പൊടി പിടിച്ച് കിടന്നാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? അതൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കുന്നു. അതുപോലെ തന്നെയാണ് മനസ്സിലെ കാര്യവും. വർഷങ്ങളായിട്ടുള്ള ആഴ്ചകളോളമുള്ള ഒക്കെയുള്ള ആലോചനകൾക്കൊക്കെ ഒരു പരിഹാരം നമ്മുടെ മനസ്സിലുള്ള ആ ടെൻഷനും ഒക്കെ എന്തൊക്കെ തോന്നുന്നോ മനസ്സിൽ, അതൊക്കെ ഒരു ഡയറിയിലേക്ക് കുറിച്ചു വെക്കാം. അങ്ങനെയാകുമ്പോൾ മനസ്സ് ഫ്രീ ആകും. മനസ്സിനെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നു, ഒന്ന് തൂത്തുവാരി എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒന്ന് ചെയ്തു നോക്ക് എന്ന് പറഞ്ഞപ്പോഴേക്കും ഇത് തനിക്കൊരു ഹോംവർക്ക് ആയിരിക്കട്ടെ എന്ന് ഡോക്ടർ അറിയിച്ചപ്പോൾ ഗൂഗിൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, താൻ എന്താടോ പറയുന്നത്? ഞാൻ എന്താ കുട്ടിയാണോ ഹോംവർക്ക് ഒക്കെ ചെയ്യാൻ? താൻ ഇതിന് നല്ലൊരു സൊല്യൂഷൻ വേറെ ഉണ്ടോ എന്ന് പറ എന്ന് പറഞ്ഞപ്പോഴേക്കും ഗൂഗിളിനോട് ഡോക്ടർ പറഞ്ഞു, എടോ, ഞാൻ പറഞ്ഞത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാ. തൻ്റെ മനസ്സിൽ കൂടി വരുന്ന ഈ ചിന്തകൾക്കൊക്കെ ഇതാണ് ഒരു പരിഹാരം. ആദ്യം താൻ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്ക്, അപ്പോൾ നമുക്കറിയാമല്ലോ ഇതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന്. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ് താൻ വാ എന്ന് പറഞ്ഞപ്പോൾ ഗൂഗിൾ ചോദിച്ചു, എടോ, എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല, അതാണ് എൻ്റെ മെയിൻ പ്രോബ്ലം. തനിക്ക് അതിനുള്ള മെഡിസിൻസ് എന്തെങ്കിലും എനിക്ക് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഗൂഗിളിനോട് ഡോക്ടർ പറഞ്ഞു, അതൊക്കെ ഞാൻ തരാം. എടോ, മെഡിസിൻ ഞാൻ തരത്തില്ലെന്നല്ലല്ലോ പറഞ്ഞത്, ഉറങ്ങുന്നതിന് വേണ്ട മെഡിസിൻ ഞാൻ നൽകാം. പക്ഷേ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു വർക്ക് ചെയ്തു നോക്ക്, അപ്പോൾ തീർച്ചയായിട്ടും തൻ്റെ മനസ്സിന് മാറ്റം ഉണ്ടാവും, തൻ്റെ ടെൻഷനും റിലീഫ് ഉണ്ടാവും. അത് തീർച്ചയാണെന്ന് ഡോക്ടർ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞപ്പോൾ ഗൂഗിൾ അങ്ങനെ തന്നെ ചെയ്യാമെന്ന് സമ്മതിച്ചു. മരുന്നിന് വേണ്ടിയുള്ള പ്രിസ്ക്രിപ്ഷൻ എഴുതി കൊടുത്തിട്ട്, ഇത് വൈകിട്ട് കിടക്കുന്നതിന് മുൻപ് ഡയറിയൊക്കെ എഴുതി കഴിഞ്ഞ് കിടക്കാൻ നേരം മാത്രം ഈ മരുന്ന് കഴിച്ചിട്ട് കിടക്കുക എന്ന് ഡോക്ടർ ഓർമ്മിപ്പിച്ചു. അങ്ങനെ പറഞ്ഞ് അവിടെ നിന്ന് ഗൂഗിൾ സമാധാനത്തോടെ അവിടെ നിന്ന് മടങ്ങി. അതിനുശേഷം സച്ചി പുറത്തു പോയിട്ട് വീട്ടിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ വാതിക്കൽ സ്നേഹ നിൽക്കുന്നത് കണ്ടു. അമ്മ എവിടെ എന്ന് ചോദിച്ചതും സച്ചിയോട് സ്നേഹ പറഞ്ഞു, അമ്മയ്ക്ക് വയ്യാതെ കിടക്കുക, വല്ലാത്ത തളർച്ചയുണ്ടെന്ന് അമ്മ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ വേഗം തന്നെ ആശങ്കയോടെ സച്ചി ചോദിച്ചു, എന്നിട്ട് ഇത്രയും നേരമായിട്ടും എന്നെ എന്താ ഒന്ന് വിളിച്ചു പറയാതിരുന്നത്? ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പാടില്ലായിരുന്നോ എന്നൊക്കെ സച്ചി സ്നേഹയോട് ദേഷ്യപ്പെട്ടു. അല്ല, വയ്യാതെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ മിണ്ടാതിരിക്കുകയാണോ ചെയ്യേണ്ടതെന്ന് ചോദിച്ച് സച്ചി ബഹളം ഉണ്ടാക്കിയതും സ്നേഹ സച്ചിയുടെ ബഹളം കേട്ടിട്ട് വേഗം തന്നെ സച്ചി മുറിയിലേക്ക് അമ്മയ്ക്കരികിലേക്ക് പോയപ്പോൾ സ്നേഹ ആകെ ദേഷ്യത്തോടെ പറഞ്ഞു, ഇത് നല്ല കൂത്താ, ഇതിപ്പം ഞങ്ങൾ ആരും ഒന്നും ചെയ്തതല്ലോ, അമ്മയോട് പറഞ്ഞതാ ഹോസ്പിറ്റലിൽ പോകാമെന്ന്, പക്ഷേ വരാൻ കൂട്ടാക്കുന്നില്ല. ഈ അമ്മയുടെ ഒരു കാര്യം, മറ്റുള്ളവരെ ഇങ്ങനെ ചീത്ത കേൾപ്പിക്കാനായിട്ട്, മറ്റുള്ളവരെ വഴക്ക് കേൾപ്പിക്കാനായി അമ്മ മനഃപൂർവ്വം ഇങ്ങനെ ഓരോന്ന് ചെയ്തു വെക്കും എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹ മുഖം കറുപ്പിച്ചു. സച്ചി മുറിയിലേക്ക് ചെല്ലുമ്പോൾ ആകെ തളർന്നു കിടക്കുന്ന കമലമ്മയുടെ അരികിലേക്ക് ഓടിയെത്തി. കമലമ്മ അപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് സച്ചി കണ്ടത്. ഓടിയെത്തി കമലമ്മയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അമ്മയ്ക്ക് എന്താ പറ്റിയത് എന്ന് ചോദിച്ച് സച്ചി
കമലമ്മയെ വേഗം ഇരുത്തിയതും കമലമ്മ അപ്പോഴും ആകെ സങ്കടത്തോടെ സച്ചിയെ നോക്കിക്കരഞ്ഞു. ഇന്നലെ രാത്രി മുഴുവൻ ഇരുന്ന് കരഞ്ഞ് അമ്മ പനി വരുത്തിയല്ലേ എന്ന് ചോദിച്ച് സച്ചി നെറ്റിയിൽ തൊട്ടതും അതെ പനിയായി, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞ് സച്ചി ബഹളം വെച്ചു. വേണ്ട മോനെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് കമലമ്മ സച്ചിയെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും സച്ചി അതിന് തയ്യാറാകുന്നില്ല. അമ്മ വന്നേ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം, പനി വെച്ചുകൊണ്ടിരിക്കണ്ട, അമ്മ എന്തിനാ ഇങ്ങനെ കിടന്ന് സങ്കടപ്പെട്ടതെന്ന് ചോദിച്ചപ്പോൾ കമലമ്മ സങ്കടത്തോടെ സച്ചിയോട് ചോദിച്ചു, എടാ പൊന്നു മോനെ, എന്നെ പോലെ ഒരമ്മയുണ്ടാവോ? എന്തൊരു വിധിയാ എൻ്റേത്, ഞാൻ അങ്ങ് ഇല്ലാതായാൽ മതിയായിരുന്നു. സത്യത്തിൽ മകൾ ജീവിച്ചിരിക്കുന്ന മകളുടെ ആത്മാവിന് വേണ്ടി, അവളുടെ ആത്മശാന്തിക്ക് വേണ്ടി ബലിയിടാൻ പോയതല്ലേ ഞാൻ. എന്തൊരു വലിയ പാപമാ ഞാൻ ചെയ്തത് എന്ന് ചോദിച്ച് കമലമ്മ സങ്കടപ്പെടുമ്പോ അത് കേട്ട് നിന്ന സച്ചി പറഞ്ഞു, അമ്മ മനഃപൂർവ്വം അല്ലല്ലോ ഇതൊന്നും ചെയ്തത്, അമ്മേ ഒന്നും അറിഞ്ഞില്ലല്ലോ, അമ്മ എന്തിനാ ഇങ്ങനെ സ്വയം കുറ്റപ്പെടുത്തി ഇങ്ങനെ വേദനിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ കമലമ്മ പറഞ്ഞു, മോനെ, നിന്നെയും ഞാൻ മനസ്സിലാക്കാതെ പോയി. ഇത്രയും നാളായിട്ടും എൻ്റെ മോൾക്ക് വേണ്ടി കാത്തിരുന്ന നിന്നെ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ നിന്നെ നിർബന്ധിച്ചില്ലേ മോനെ, നീ എന്നോട് ക്ഷമിക്ക് എന്ന് പറഞ്ഞ് കമലമ്മ ക്ഷമ ചോദിക്കുമ്പോൾ സച്ചി കമലമ്മയോട് പറഞ്ഞു, അമ്മ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്, എന്നോട് ക്ഷമ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, അമ്മ അത്ര വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ അമ്മ എന്നോട് ക്ഷമ ചോദിക്കുന്നത്, അമ്മ ഇങ്ങനെ സങ്കടപ്പെടാതെ എന്ന് പറഞ്ഞ് സച്ചി കമലമ്മയെ ചേർത്ത് പിടിച്ചു. അപ്പോഴേക്കും കമലമ്മ പറഞ്ഞു, മോനെ, എനിക്ക് എൻ്റെ മോളെ ഒന്ന് കാണണം, എത്ര നാളുകളായി അവളെ ഒന്ന് കണ്ടിട്ട്, അവൾക്ക് നമ്മളെ ഒന്നും മനസ്സിലാവത്തില്ല എന്നല്ലേ മോൻ പറഞ്ഞത്, അവളുടെ ഓർമ്മകൾ നഷ്ടപ്പെട്ടു എന്ന്. അത് സാരമില്ല, അവൾക്ക് ചിലപ്പോ എന്നെ കണ്ടാൽ നഷ്ടപ്പെട്ടു പോയ ഓർമ്മ തിരിച്ചു കിട്ടിയാലോ എന്ന് സച്ചിയോട് പ്രതീക്ഷയോടെ കമലമ്മ ചോദിച്ചു. സച്ചി അപ്പോഴേക്കും കമലമ്മയോട് പറഞ്ഞു, വേണ്ടമ്മേ, അത് ചിലപ്പോൾ കൂടുതൽ പ്രശ്നങ്ങളാവും, അതുകൊണ്ട് അമ്മ ഞാൻ പറയുന്നൊന്ന് കേൾക്ക് എന്നറിയിച്ചപ്പോൾ കമലമ്മ പറഞ്ഞു, എന്നാ ശരി, എനിക്ക് എൻ്റെ മോളെ ഒന്ന് ദൂരെ നിന്നൊന്ന് കണ്ടാൽ മതി, നീ ഒന്ന് കാണിച്ചു തരുമോ മോനെ, എനിക്കൊന്ന് ദൂരെ നിന്നൊന്ന് കണ്ടാൽ മാത്രം മതി എന്ന് പറഞ്ഞ് കമലമ്മ സങ്കടപ്പെടുമ്പോൾ സച്ചി കമലമ്മയെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, അമ്മ ഇങ്ങനെ വിഷമിക്കാതെ, അമ്മേ, ഇപ്പോ നമ്മൾ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ അത് വലിയ പ്രശ്നങ്ങളാവും അമ്മേ, അതുകൊണ്ടാ അമ്മ ഞാൻ പറയുന്നൊന്ന് കേൾക്ക് എന്ന് പറഞ്ഞ് സച്ചി കമലമ്മയെ സമാധാനപ്പെടുത്താനായി ശ്രമിച്ചു. പക്ഷേ കമലമ്മ അപ്പോഴും തൻ്റെ മോളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സച്ചിയോട് തൻ്റെ ആഗ്രഹം പറഞ്ഞ് അങ്ങനെ വീണ്ടും കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഈ സമയത്ത് കമലമ്മയെ സമാധാനിപ്പിക്കാൻ തന്നാലാവുന്ന വിധത്തിൽ ശ്രമം തുടർന്നുകൊണ്ടിരുന്നു സച്ചി. അതിനുശേഷം ഗോകുൽ വീട്ടിലേക്ക് മടങ്ങിയെത്തി. വീട്ടിലെത്തിയ ഗോകുൽ മുറിയിലിരുന്ന് തന്നോട് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചു. അതോടൊപ്പം തന്നെ അവന്തികയുടെ ആ ഭീഷണിയും. അവന്തിക തൻ്റെ കുടുംബത്തെ തകർത്ത് കളയുമെന്നുള്ള രീതിയിലുള്ള ഭീഷണിയാണ് തനിക്ക് നേരെ ഉയർത്തിയിരിക്കുന്നത്. എന്ത് ചെയ്യണമെന്ന് ആലോചനയിൽ ഗോകുൽ അങ്ങനെ നിൽക്കുമ്പോഴേക്കും മനസ്സിൽ വല്ലാത്ത ടെൻഷൻ വരുന്നു എന്ന് തോന്നിയത് കൊണ്ട് ഗോകുൽ ഒരു മെഡിസിൻ എടുത്ത് കഴിക്കാമെന്ന് കരുതി വേഗം ഗുളിക ഒന്ന് കയ്യിലെടുത്ത് കുടിക്കാനായി ജഗ് തപ്പിയപ്പോൾ വെള്ളം നോക്കിയപ്പോഴേക്കും അവിടെ ജഗ് ഇരിപ്പില്ലെന്ന് മനസ്സിലായി. ഉടനെ പെട്ടെന്ന് വാതുക്കലേക്ക് നോക്കിയപ്പോൾ അവിടെ ജഗ്ഗിൽ നിറച്ച വെള്ളവുമായി ഗ്ലാസും എടുത്ത് അവിടേക്ക് വരുന്ന അർച്ചനയെ ഗൂഗിൾ കണ്ടു. ഉടനെ വാതുക്കൽ നിന്ന് അന്തിച്ചു നോക്കുന്ന അർച്ചനയോട് ഗൂഗിൾ പറഞ്ഞു, അതെ, വെള്ളം ഒന്ന് കൊണ്ടുവരുമോ എന്ന് പറഞ്ഞതും വേഗം വന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് അർച്ചന ഗൂഗിളിന് കൊടുത്തു. ഗൂഗിൾ വേഗം തന്നെ ആ മെഡിസിൻ കഴിച്ചപ്പോഴേക്കും അർച്ചന ചോദിച്ചു, അല്ല ഗൂഗിൾ ഇപ്പോഴും ഈ മെഡിസിൻ കഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഗൂഗിൾ പറഞ്ഞു, വല്ലാത്ത ടെൻഷൻ, മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, കിടന്നാൽ ഉറക്കം വരണ്ടേ, ഉറങ്ങാനും സാധിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ഒരു മരുന്ന് കഴിച്ചതെന്ന് പറഞ്ഞപ്പോൾ അർച്ചന വല്ലാത്ത ടെൻഷനോടെ ഗൂഗിളിനെ നോക്കുന്നത് കണ്ടു. ഇടോ, താൻ പേടിക്കണ്ട, ഇത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത മരുന്ന് തന്നെയാ, ഞാൻ വേണമെങ്കിൽ ഡോക്ടറുടെ നമ്പർ തരാം എന്ന് ഗൂഗിൾ അറിയിച്ചപ്പോൾ അർച്ചന പറഞ്ഞു, വേണ്ട, എനിക്ക് ഗൂഗിളിനെ വിശ്വാസമാണ്. അത് കേട്ടതും ഗൂഗിൾ ആകെ ടെൻഷനോടെ ആ ബെഡിലേക്ക് ഇരുന്നു. എടോ, നമ്മുടെ മനസ്സിൽ പല ചിന്തകളും കടന്നു വരുമല്ലോ, അങ്ങനെ ഓരോരോ ചിന്തകൾ ഇപ്പോൾ കോടതിയിലും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലും അങ്ങനെ എന്നെ സംബന്ധിച്ച് ഒത്തിരി പ്രശ്നങ്ങൾ ചുറ്റും ഇങ്ങനെ നടക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അർച്ചന ചോദിച്ചു, ഗൂഗിൾ, ഇത്രയേറെ ടെൻഷനുള്ള ഒരു ജോലിയാണ് ഗൂഗിളിൻ്റെന്ന് എനിക്കറിയാം, പക്ഷേ ഈ കേസൊക്കെ അത്രത്തോളം ഗൂഗിൾ മനസ്സിലേക്ക് അതിനെ കൂടുതൽ സ്വാധീനം ചെലുത്താനായിട്ട് അനുവദിക്കുന്നതാണ് ഏറ്റവും പ്രശ്നം എന്ന് അർച്ചന പറയുമ്പോൾ വേദനയോടെ ഗൂഗിൾ അർച്ചനയെ നോക്കി. സത്യത്തിൽ എൻ്റെ മനസ്സിങ്ങനെ അസ്വസ്ഥമാകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. എനിക്ക് വല്ലാത്തൊരു ടെൻഷൻ ഉള്ളതുപോലെ എൻ്റെ കൈപ്പിടിയിലുള്ള നമ്മുടെ ഈ ജീവിതം അത് നഷ്ടപ്പെട്ടു പോകുമോ എന്ന്, നമ്മുടെ ജീവിതം എന്നേക്കുമായി ഇല്ലാതാകുമോ എന്ന്, അങ്ങനെയൊക്കെയുള്ള ഓരോ ആധികളാണ് എന്നെ മനസ്സിനെ അലട്ടുന്നതെന്ന് ഗൂഗിൾ ടെൻഷനോട് കൂടി അറിയിച്ചു.
എല്ലാം കേട്ട് കഴിഞ്ഞതും വല്ലാതെ ഭയത്തോടെ അർച്ചന നോക്കി. സാരയില്ല, താൻ പോയി കിടന്നോ എന്ന് പറഞ്ഞ് അർച്ചനയോട് പൊയ്ക്കൊള്ളാനായി ഗൂഗിൾ അറിയിക്കുമ്പോൾ അർച്ചനയുടെ മനസ്സ് വല്ലാത്ത ആശങ്കയിലായി. ഇതിനൊക്കെ കാരണം താനാണല്ലോ എന്നൊരു ചിന്ത അർച്ചനയെ വല്ലാതെ അലട്ടി. അർച്ചന പോകാൻ ഇറങ്ങിയപ്പോഴേക്കും ഗൂഗിൾ പറഞ്ഞു, എടോ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് ഗൂഗിൾ വേഗം എഴുന്നേറ്റ് അർച്ചനയുടെ അരികിലേക്ക് ചെന്നു. അർച്ചന എന്താ ഗൂഗിൾ എന്ന് ചോദിച്ചപ്പോഴേക്കും ഗൂഗിൾ ചോദിച്ചു, അല്ല, നമ്മളുടെ ഈ അഭിനയം അങ്ങ് അവസാനിപ്പിച്ചൂടെ? നമുക്ക് ഭാര്യ ഭർത്താക്കന്മാരായി അങ്ങ് മുന്നോട്ട് ജീവിച്ചൂടെ? മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ നമ്മൾ ഭാര്യ ഭർത്താവാണ്. അങ്ങനെ ആ ഒരു ജീവിതം നമുക്കത് യാഥാർത്ഥ്യമാക്കിക്കൂടെ എന്ന് ഗൂഗിൾ ചോദിക്കുമ്പോഴേക്കും അർച്ചന വല്ലാത്ത ഞെട്ടലോടെ നിൽക്കുന്നു. പെട്ടെന്ന് ഗൂഗിൾ താൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് വേഗം ഗൂഗിൾ ചിന്തിച്ചു. ഈ സമയം അർച്ചന അടുത്ത് നിന്ന് വിളിച്ചു, ഗൂഗിൾ എന്താ എന്നെ വിളിച്ചത് എന്ന് ചോദിച്ചപ്പോഴേക്കും ഗൂഗിള് താൻ ഇപ്പോൾ ചോദിച്ച ചോദ്യങ്ങളൊക്കെ അത് തന്റെ മനസ്സിൽ നിന്ന് ഉണ്ടായതാണെന്നും അത് താൻ പെട്ടെന്ന് ചിന്തിച്ചു പോയതാണെന്നും ഗൂഗിൾ തിരിച്ചറിഞ്ഞു. ഉടനെ ഗൂഗിൾ പറഞ്ഞു, തന്നോട് എന്തോ ഒന്ന് ചോദിക്കണം എന്നോർത്തു. എന്താണെന്ന് ഞാനിപ്പോൾ ഓർക്കുന്നില്ല, മറന്നുപോയി. സമൃദ്ധ പോയിക്കോളൂ എന്ന് ഗൂഗിൾ മറുപടി നൽകിയതും അർച്ചന മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അർച്ചനയുടെ മനസ്സിൽ വല്ലാത്ത ആശങ്കയായി. ഗൂഗിൾ ഒരു പക്ഷേ എന്നോട് എന്തോ ചോദിക്കാനായി ആഗ്രഹിച്ചിരുന്നു. ഇപ്പോഴും ഗൂഗിളിന്റെ മനസ്സിൽ ആ ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. എന്തായിരിക്കും ആ ചോദ്യം എന്ന് അർച്ചന ആശങ്കയോടെ ചിന്തിച്ചു.